നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 നവംബർ 2 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇന്ന് യോഗമുണ്ട്. സാമ്പത്തികമായ പുരോഗതി, ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുജന സമാഗമം, ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നിവ ഉണ്ടാകും. സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ധനപരമായ നേട്ടം, കാര്യപ്രാപ്തി, ഭക്ഷണസുഖം, ദാമ്പത്യ സൗഖ്യം എന്നിവ ഇന്നുണ്ടാകും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനോ അവരിൽ നിന്നും പാരിതോഷികം ലഭിക്കുവാനോ ഇടയുണ്ടാകും. നിങ്ങളുടെ കഴിവിന് അംഗീകാരം ലഭിക്കുന്ന ഒരു നല്ല ദിനമായിരിക്കും ഇന്ന്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അലസതയും മടിയും കാരണം രോഗാതി ദുരിതവും ഇന്ന് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വരവിനേക്കാൾ ചെലവുണ്ടാകുകയും അത് ധനക്ലേശം ഉണ്ടാക്കുവാനും ഇട നൽകും. സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക. അലസത മാറ്റി കഠിനാധ്വാനം ചെയ്യുന്നത് ഉചിതമാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടുകയും ദഹന വ്യവസ്ഥയിൽ വ്യത്യാസം വരികയും ചെയ്യും. ദമ്പതികൾ തമ്മിൽ കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധയും സംസാരത്തിൽ സംയമനവും പാലിക്കുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് വിജയവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. ഭാര്യ ഭർത്തൃ ഐക്യം, വാഹനഭാഗ്യം, ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നിവ ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കാണുന്നു. അനുകൂലമായ ഒരു ദിനമായിരിക്കും ഇന്ന്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബസൗഖ്യം, ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ എന്നിവ ഇന്ന് ഉണ്ടാകും. സൈന്യത്തിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവർക്ക് ശത്രുഹാനി പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം, കീർത്തി, തൊഴിൽ വിജയം എന്നിവ ലഭിക്കുന്ന ഒരു നല്ല ദിനമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും ചതി നേരിടാൻ സാധ്യതയുണ്ട്. ധനപരമായ ക്ലേശം അനുഭവപ്പെടുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. സംശയമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സ്വത്ത് സംബന്ധമായോ സാമ്പത്തിക സംബന്ധമായോ ഉള്ള കേസുകൾക്ക് ഇന്ന് പരാജയം നേരിടേണ്ടി വരും. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കൂടാൻ സാധ്യതയുണ്ട്. ഉദരരോഗം വരാതെ സൂക്ഷിക്കണം. നിയമപരമായ കാര്യങ്ങളിൽ നിന്ന് ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദാമ്പത്യ ഐക്യം, വാഹനഭാഗ്യം, ഭക്ഷണസുഖം, അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവ ഇന്നുണ്ടാകും. അന്യജനങ്ങളാൽ അറിയപ്പെടാനും സമ്മാനങ്ങളോ അവാർഡുകളോ ലഭിക്കുവാനും ഇടയാകും. ഇന്ന് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന നല്ല ദിവസമായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. അന്യദേശവാസം അനുഭവത്തിൽ വരുമെങ്കിലും ഒന്നിലും ഉയർച്ച ഉണ്ടാകാത്ത ഒരവസ്ഥയുണ്ടാകും. എങ്കിലും മധ്യാഹ്നം മുതൽ രോഗശാന്തി, തൊഴിൽപരമായ വിജയം എന്നിവയുണ്ടാകും. പ്രയത്നം തുടരുന്നത് നല്ല ഫലം നൽകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, കുടുംബജീവിത സൗഖ്യം എന്നിവ ഇന്ന് ലഭിക്കും. തൊഴിൽപരമായ വിജയം, സാമ്പത്തികപരമായ ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകുന്ന ഒരു നല്ല ദിനമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അപവാദം കേൾക്കാനും ധനനഷ്ടം സംഭവിക്കുവാനും അതുവഴി ദുരിതത്തിനും യോഗമുണ്ട്. ധനസംബന്ധമായ കേസ് വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ശരീര സുഖക്കുറവ് അനുഭവപ്പെടും. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.